തേക്കിൻതടിയിൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത രവീന്ദ്രൻ ശില്പശാല ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6.5 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള ശില്പം ഒരുക്കിയിട്ടുള്ളത്. ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. 6.5 അടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഒരു മാസം 2 ആഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. 50 ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന് ശില്പം നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ശംഖു ബസാറിലുള്ള രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത്. ഇത് തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞാനും എൻ്റെ സഹായി സിയാദ് എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഈ ഒരു മാസം തോളമായി ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. കളർ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. 3 ലക്ഷത്തോളം രൂപ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ചിലവായതായി രവീന്ദ്രൻ പറഞ്ഞു. ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ്. ഇതിനു മുൻപ് ഭാരതാംബയുടെ ഒരു ശില്പം ചെയ്തിട്ടുണ്ട്. സേവാർദ്ര തൃശ്ശൂർ കാര്യാലയത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് അവരൊരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ആ പിക്ചറിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ശില്പം ശരിയാക്കിയിട്ടുള്ളത്. ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും. ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? മൂത്രത്തിൽ പഴുപ്പ്, രക്തം, നീറ്റൽ, രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക്, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ, മൂത്രാശയക്കല്ല്, അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം. എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു. സൺഷൈൻ പോളിക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. ഫോൺ 9539 112 999.